പത്മപ്രഭാ പുരസ്കാരം റഫീഖ് അഹമ്മദിന്. കവിതയിലും സിനിമാ ഗാനങ്ങളിലും ഒരുപോലെ നവവസന്തം വിരിയിച്ച കവിയാണ് റഫീഖ് അഹമ്മദ് എന്ന് ജൂറി. CK വിജയൻ വിവരങ്ങളുമായുണ്ട്. വിജയൻ, എപ്പോഴായിരുന്നു പ്രഖ്യാപനം? എന്നാണ് പുരസ്കാര സമർപ്പണം? അല്പസമയം മുൻപാണ് പത്മപ്രഭാ പുരസ്കാര സമിതി ചെയർമാൻ അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയർമാൻ MV ശ്രേയംസ്കുമാർ ഈ പുരസ്കാരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിനാണ് ഈ വർഷത്തെ പുരസ്കാരമുള്ളത്. 75,000 രൂപയും പത്മരാഗ കല്ല് പതിച്ച ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നമുക്കറിയാം, റഫീഖ് അഹമ്മദ് കവി എന്ന നിലയിലും ഗാനരചയിതാവ് എന്ന നിലയിലും മലയാളത്തിൽ ഏവരും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1996 മുതൽ ഈ പുരസ്കാരം നൽകി വരാറുണ്ട്. അതായത് പത്മപ്രഭാ പുരസ്കാരം നൽകി വരാറുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റുമായ പത്മപ്രഭാ ഗൗഡറുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ മകൻ MP വീരേന്ദ്രകുമാർ ആണ് ഈ അവാർഡ് സ്ഥാപിച്ചത്. ആ പുരസ്കാരമാണ് ഇപ്പോൾ 1996 മുതൽ ഈ കാലഘട്ടം വരെ എല്ലാം തന്നെ നൽകി വരുന്നത്. ഇതിൽ റഫീഖ് അഹമ്മദിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി ജൂറി ചെയർമാനായ NS മാധവൻ പറഞ്ഞത്, അതായത് NS മാധവനും കൽപ്പറ്റ നാരായണനും ശാരദക്കുട്ടിയും അടങ്ങിയ ജൂറിയാണ് ഇത്തരത്തിൽ ഒരു പരിശോധനകൾ നടത്തുകയും റഫീഖ് അഹമ്മദിനെ ഈ പുരസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മികച്ച രചനകൾ, അതോടൊപ്പം തന്നെ പ്രകൃതിയും മനുഷ്യരുമായുള്ള ബന്ധത്തെ സ്ഥാപിക്കുന്ന കവിതകൾ തുടങ്ങി ഒട്ടേറെ പ്രത്യേകതകളുള്ള കവിതകളായാണ് അല്ലെങ്കിൽ ഗാനങ്ങളുടെ രചയിതാവായാണ് ഈ റഫീഖ് അഹമ്മദിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. റഫീഖ് അഹമ്മദിൻ്റെ ഇത്തരത്തിലുള്ള കൃതിയെ വിലയിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പുരസ്കാരം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്.